പുതിയൊരു അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ്. കുട്ടികൾ വീണ്ടും സ്കൂളുകളിലേക്ക് പോകുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും ഇത്തവണ സ്കൂളിലേക്ക് പോകുന്നത് കുട്ടികൾക്കും അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും വലിയ ആശങ്കയുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വന്യജീവി ശല്യമുള്ള മേഖലയിൽ നിന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാളറയ്ക്ക് സമീപം കുളമാങ്കുഴിക്ക് എന്ന് പറയുന്ന കുടിക്ക് സമീപമാണ്. അവിടെ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ. എന്താ നിങ്ങൾ പ്രധാന പ്രശ്നം ഇവിടെ? ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് പേടിച്ച് ഇവിടെ പോകാൻ പറ്റുള്ളൂ. കാരണം എപ്പോൾ വേണ്ട ആന വരാനുള്ള അവസ്ഥയാണ്. അപ്പം വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കുള്ള ഇതാണ് പ്രശ്നം. അപ്പം ഞങ്ങൾക്ക് നടന്നു പോകാനൊന്നും പറ്റണില്ല. ഇപ്പം ഇവർക്കാണെങ്കിൽ ഇടയ്ക്ക് ക്ലാസ്സിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുവാണ് ആനേനെ കൊണ്ട്. ആന പേടിയുണ്ടോ? ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബാലേട്ടൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ പറമ്പ് മുഴുവനും ആന നശിപ്പിച്ച് വെച്ചേക്കുക. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പം ആനേനൊക്കെ കാണാറുണ്ട്. ഭയങ്കര പേടിയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പേടിച്ചാണ് വീട്ടിലേക്ക് പോണേ. എങ്ങനെയാണ് നിങ്ങൾ നടന്നാണോ ഈ റോഡ് വരെ പോകുന്നത്? ചിലപ്പോൾ ഞങ്ങൾ 4 വീട്ടുകാരാണ് ഞങ്ങൾ പോണേ. അപ്പം അവിടെ നിന്ന് രക്ഷിതാക്കളില്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ നടന്നാ പോണേ. അപ്പം ആനേനൊക്കെ കാണുമ്പോൾ പേടിക്കാറുണ്ട്. ആനയെ എവിടെ വെച്ചിട്ടാണ് കണ്ടിരിക്കുന്നത്? അവിടെയൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിലൊക്കെ വന്നിട്ടുണ്ട്. കുറേയാണ്. ഞങ്ങൾക്കിപ്പോൾ സ്കൂളിൽ പോകാൻ മാർഗ്ഗമില്ല. ഞങ്ങൾ ഇവരൊന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങൾ നടന്നാ തന്നെ. നടക്കുമ്പോൾ ആനേനെയൊക്കെ കണ്ട് ഞങ്ങൾ ഓടാറുണ്ട്. സ്വാഭാവികമായും പല സമയത്തും രക്ഷിതാക്കൾക്കും അവരുടെ ഒപ്പം പോരേണ്ടതുണ്ട് അല്ലേ? രാത്രി അല്ല വൈകുന്നേരങ്ങളിൽ സമയത്തായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്നും ഞങ്ങൾ ഈ കുട്ടികളുടെ കൂടെ വന്ന് ഇപ്പോൾ തിരിച്ച് ഇവരെ വൈകുന്നേരം കൊണ്ടുപോയി ഞങ്ങളുടെ വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ഞങ്ങൾക്ക് പണിക്ക് പോകാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം 8 മണി 8:15 8:30 സ്കൂളുകൾക്ക് പോകേണ്ടത്. പണിക്ക് പോകേണ്ടത് 8 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് വനം വകുപ്പും സർക്കാരും അടിയന്തരമായി ഇടപെട്ട് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ശല്യമായി നിൽക്കുന്ന ഈ ഒറ്റക്കൊമ്പനും അതോടൊപ്പമുള്ള 3 ആനകളെയും ഈ പ്രദേശത്ത് നിന്ന് മയക്കുവെടി വെച്ചോ അല്ലാതെയോ മാറ്റി ഉൾവനത്തിലേക്ക് വിടുകയോ ചെയ്ത് ഞങ്ങളുടെ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം, കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് വനം വകുപ്പിനോടും അതോടൊപ്പം തന്നെ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്നൊരു തെങ്ങ് മറിച്ച് ഓടിച്ചിട്ടൊന്നും ആന പോകില്ല. ചീറ്റിക്കൊണ്ട് നമ്മുടെ നേരെ ആന വരുവാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ്. പിന്നെ നമ്മുടെ കൃഷിയെല്ലാം നശിപ്പിച്ച് കളയുവാണ്. പേടിയാണ്. രാത്രികാലങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങാനും പകൽ കുഞ്ഞുങ്ങളെ ഒന്ന് സ്കൂളിൽ കൊണ്ട് വിടാനോ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ള സൗകര്യം അതെല്ലാം ഞങ്ങൾക്ക് പേടിയാണ്. വരുമ്പോഴാണ് വഴിക്ക് ആന നിൽക്കുന്നതും പേടിച്ച് തിരിച്ചു ഓടുന്നതും ഒക്കെ. ഇത് ഈ വാളറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മാത്രം പ്രശ്നമല്ല. ഇടുക്കിയുടെ മലയോര മേഖലയിൽ വിവിധയിടങ്ങളിൽ സമാനമായിട്ടുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. വാളറയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.